ഓൾറൈറ്റ്, ഈ വീഡിയോ ഒരു സർപ്രൈസിംഗ് ഫാക്റ്റിലൂടെ തുടങ്ങാം. തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ആര്യ എന്ന് പറഞ്ഞ നടൻ ഒരു മലയാളിയാണെന്നും പുള്ളി ഒരു കാസർഗോഡുകാരനാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടില്ലേ? ഞെട്ടില്ലല്ലേ? ജനിച്ചതൊക്കെ കേരളത്തിലെ പയ്യന്നൂർ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. മലയാളം സംസാരിക്കുന്ന വെറും വീട്ടിൽ മാത്രമാണ്. ഏതായാലും പാ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സാർപ്പട്ട പരമ്പര എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ആര്യ ചെയ്ത ട്രാൻസ്ഫോർമേഷൻ ഒരു വൈറൽ സെൻസേഷൻ ആയിട്ടുണ്ടായിരുന്നു. അതിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആര്യയുടെ ട്രാൻസ്ഫോർമേഷനേക്കാൾ മറ്റൊരു കാര്യത്തിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആര്യയുടെ ഫിറ്റ്നസ് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഡിസ്ക്ലൈമർ ടൈം. ഞാൻ ആര്യയുടെ ഡോക്ടറോ ട്രെയിനറോ അല്ലെങ്കിൽ ഫ്രണ്ടോ കൂടിയല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആര്യനെ നേരിട്ട് പരിചയം പോലും ഇല്ല. എന്നാൽ ഫിറ്റ്നസ്സിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ അനുമാനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ മണ്ടത്തരമായിട്ട് കണ്ടാൽ മതി. ഇനി ഈ വീഡിയോ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമല്ല, എന്നാൽ ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് കൂടിയാണ്. കാരണം ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഞാൻ പല ശാസ്ത്രീയ പദങ്ങളും പഠിക്കുകയുണ്ടായി. അത് നിങ്ങൾക്കും ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ തെളിവുകളും പഠനങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആര്യയുടെ ഫിറ്റ്നസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആര്യയുടെ പഴയ ഫോട്ടോസ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. 1981 ആര്യ ജനിക്കുന്നത്. 2005 അരിന്തും അരിയാമലും എന്ന് പറഞ്ഞതാണ് ആര്യയുടെ ഫസ്റ്റ് ഫിലിം. ഈ ഫിലിമിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ആര്യ ഭയങ്കര ജിമ്മനൊന്നുമല്ല, എന്നാൽ ഒരു വളരെ നല്ല സ്ട്രക്ചറാണ് ആര്യയ്ക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ബാല എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ 2009 നാൻകടവുൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ആര്യ ഒരു അഘോരിയായിട്ട് അഭിനയിക്കുകയുണ്ടായി. ഈ ഫിലിമിലെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ആര്യയ്ക്ക് നല്ലൊരു വി ഷേപ്ഡ് ബോഡിയാണ് ഉള്ളത്. ഏത് മനുഷ്യനും 3 തരം ബോഡി ടൈപ്പ് നമുക്ക് പറയാൻ പറ്റും എന്ന് നേരത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ആര്യയുടെ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് മെസോമോർഫിനും എൻഡോമോർഫിനും ഇടയ്ക്കാണ് എന്നാണ് എൻ്റെ അനുമാനം. അതിൻ്റെ കൂടെ തന്നെ പണ്ട് മുതലേ ആര്യ സൈക്ലിങ്ങിൽ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് ലെവൽ പല സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലും ആര്യ മെഡലും വിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ ആര്യയ്ക്ക് വർക്കൗട്ട് ചെയ്യാനും എക്സസൈസ് ചെയ്യാനുമുള്ള ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2010 മദ്രാസപട്ടണം എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ഷോട്ട്സ് കാണുമ്പോഴോ 2011 ഉറുമി എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ഷോട്ട്സ് കാണുമ്പോഴോ നമുക്ക് മനസ്സിലാവുന്നത് ആര്യയ്ക്ക് അന്ന് തന്നെ നല്ലൊരു ടോൺഡ് ബോഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. 20 മുതൽ 22% വരെ ആയിരിക്കും പുള്ളിയുടെ അന്നത്തെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. 2011 ആര്യയ്ക്ക് 30 വയസ്സായിരുന്നു. ഒരു ശരാശരി മനുഷ്യന് ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ നടക്കുന്നത് mid-20s മുതൽ early 30s വരെയാണ്. ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുമ്പോഴാണ് ഒരു മനുഷ്യന് ഏറ്റവും നന്നായി ബോഡി കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. 2013 രണ്ടാം ഉലകം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ആര്യ ഒരു ആദിവാസി വേഷം ചെയ്യുകയുണ്ടായി. പ്രോബബ്ലി ഇത് നമുക്ക് പുള്ളിയുടെ ഫസ്റ്റ് മേജർ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ സിനിമയിലെ ഈ ഷോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് 2011 20 മുതൽ 22% വരെ ബോഡി ഫാറ്റ് ഉണ്ടായിരുന്ന ആര്യ ഈ സിനിമയ്ക്ക് വേണ്ടി 15 മുതൽ 17% വരെ സ്വന്തം ബോഡി ഫാറ്റ് കുറച്ചു എന്നുള്ളതാണ്. 5 അടി 9 ഇഞ്ച് അല്ലെങ്കിൽ 175 സെന്റിമീറ്റർ ആണ് ആര്യയുടെ ഉയരം. പുള്ളിയുടെ വെയിറ്റിനെ കുറിച്ച് കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സോഴ്സിൽ ഞാൻ കണ്ടത് 75 കിലോഗ്രാം എന്നുള്ളതാണ്. 5 അടി 9 ഇഞ്ചുള്ള ഒരു ശരാശരി മനുഷ്യന്റെ മാക്സിമം ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 76 കിലോഗ്രാം ആണ്. എന്ന് വെച്ചാൽ ആര്യ ഐഡിയൽ വെയിറ്റ് റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. പുള്ളിയുടെ ചെസ്റ്റിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 42 ഇഞ്ചും വയറിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 34 ഇഞ്ചും ബൈസെപ്സിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 15 ഇഞ്ചുമാണ്. പുള്ളിയുടെ പല ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാലും പുള്ളിക്ക് നല്ല ബൈസെപ്പ് സൈസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. 2017 ഇതേപോലെ മറ്റൊരു ട്രാൻസ്ഫോർമേഷൻ കടമ്പൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ആര്യ ചെയ്യുകയുണ്ടായി. ഇത് പുള്ളിയുടെ സെക്കൻഡ് മേജർ ട്രാൻസ്ഫോർമേഷനായി നമുക്ക് കണക്കാക്കാം. കടമ്പനിലെ ഈ ഷോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ആര്യ സ്വന്തം ബോഡി ഫാറ്റ് കുറച്ചുകൂടെ കുറച്ചു എന്നുള്ളതാണ്. എൻ്റെ അനുമാന പ്രകാരം ഈ സമയത്ത് പുള്ളിക്കുണ്ടായിരുന്ന ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് 13 മുതൽ 15% വരെയാണ്. ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ ആൻഡ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആണ് ആര്യ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്തത് എന്ന് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഏകദേശം 20 ദിവസത്തോളം കലോറി ഡെഫിസിറ്റിൽ പോയി വളരെ സ്ട്രിക്റ്റായി ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പുള്ളി പറയാറുണ്ട്. ഇങ്ങനത്തെ പല ട്രാൻസ്ഫോർമേഷൻസ് ആര്യ കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പുള്ളിക്ക് നല്ല വർക്കൗട്ട് ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ്. ഒരു ശരാശരി മനുഷ്യൻ ആദ്യമായി വർക്കൗട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് മസിൽ മാസ് നന്നായിട്ട് കൂട്ടാൻ പറ്റും. എന്നാൽ ഒരു മനുഷ്യൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി 8 മുതൽ 10 വർഷം വരെ അധികം ബ്രേക്കൊന്നും എടുക്കാതെ വർക്കൗട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തിച്ചേരും. ഒരാൾക്ക് നാച്ചുറലി ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മസിൽസിനെയാണ് നമ്മൾ ജനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആര്യ mid-2010s തന്നെ സ്വന്തം ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ആര്യ ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്ത ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് സംസാരിക്കാം. പാ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സാർപ്പട്ട പരമ്പര എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ആര്യ ഒരു ബോക്സറിന്റെ റോൾ ചെയ്യുകയുണ്ടായി.
ഇത് ചെയ്യാൻ വേണ്ടി ആര്യ സ്വന്തം ബോഡി ഫാറ്റ് ഇനിയും കുറയ്ക്കുകയും മസിൽ മാസ് കൂട്ടുകയും ചെയ്യുകയുണ്ടായി. ആദ്യമായി ആര്യയുടെ ഈ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പുള്ളിക്ക് 8 മുതൽ 10% വരെയാണ് ബോഡി ഫാറ്റ് എന്നുള്ളതാണ്. 38 വയസ്സായിരുന്നു ആര്യയ്ക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആര്യ സ്വന്തം ജനറ്റിക് പൊട്ടൻഷ്യലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 6 മാസം കൊണ്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആര്യയുടെ ഫോട്ടോസിൽ കാണാൻ പറ്റുന്നത് പുള്ളി വളരെ മസ്കുലറുമാണ്, വളരെ ലോ ബോഡി ഫാറ്റ് പെർസെൻറ്റേജിലുമാണ്. നേരത്തെ ആര്യയുടെ കടമ്പൻ പോലുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻസ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ പുള്ളിയുടെ ഈ ട്രാൻസ്ഫോർമേഷന് ശേഷം പുള്ളിയുടെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ലോണം മാൻ ബൂബ്സ് ഉള്ളതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ചെറിയ കാലയളവിൽ ഇത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നന്നായി ഹാർഡ് വർക്ക് ചെയ്താലും നല്ല ഡെഡിക്കേറ്റഡ് ആയിരുന്നാലും മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റിയതിൽ ആര്യയ്ക്ക് എൻ്റെ വക ഒരു ഹാറ്റ്സ് ഓഫ്. ഫൈനലി ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ റിയലിസ്റ്റിക് ആയ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ സെലിബ്രിറ്റീസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അവരിൽ നിന്നും നിങ്ങൾ തീർച്ചയായും ഇൻസ്പയർ ആവണം. എന്നാൽ അവരെ പോലെ ആയിത്തീരണം എന്ന് ടാർഗറ്റ് ഒരിക്കലും സെറ്റ് ചെയ്യരുത്. ഇത് ഞാൻ പറയാൻ കാരണം, പല പിള്ളേരും ജിമ്മിൽ പോയി ചേരുന്നത് ആര്യനെ പോലെ ആവണം, അല്ലെങ്കിൽ സൂര്യനെ പോലെ ആവണം, അത് 6 മാസത്തിലാവണം, 8 മാസത്തിലാവണം എന്നൊക്കെ എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ടാണ്. എന്നാൽ അവർ ജിമ്മിൽ പോയി ചേർന്ന ശേഷം 6 മാസമല്ല 8 മാസമല്ല 2 വർഷം ആയാൽ പോലും പ്രോബ്ലി ആ ഒരു ലുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം അവർ ഡീമോട്ടിവേറ്റ് ആവും, എന്നിട്ട് ജിമ്മിൽ ഒരിക്കലും തിരിച്ചു വരത്തില്ല. ഇങ്ങനെ നിങ്ങൾ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യരുത്. ഒരു റിയലിസ്റ്റിക് ആയ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാൻ എപ്പോഴും നോക്കുക. എപ്പോഴും ഓർക്കുക, ഫിറ്റ്നസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജിമ്മിൽ പോവേണ്ടത് ഒരു നല്ല ഹെൽത്തിന് വേണ്ടിയാണ്, അതൊരിക്കലും ലുക്കിന് വേണ്ടി ആവാൻ പാടില്ല. ഓൾറൈറ്റ്, ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ് എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡു ഗിവ് ഇറ്റ് തംസ് അപ്പ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.